ശാസ്ത്രത്തിനെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിനെയൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ ട്രഡീഷനായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനേക്കാൾ എത്രയോ ഡീപ്പായിട്ടുള്ള, എത്രയോ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള, ഈ ആത്മീയ ഭൗതിക ഭേദങ്ങളില്ലാത്ത ചിന്തയുടെ ലോകം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഈ എക്സിസ്റ്റൻസും എസൻസും തമ്മിലുള്ള കോൺട്രഡിക്ഷനെ സംബന്ധിക്കുന്ന അതിൻ്റെ ഒരു വൈരുദ്ധ്യത്തെ, നമ്മളുടെ ഒരു ബിക്കമിങ്ങും ബീയിങ്ങും തമ്മിലുള്ള ആ വൈരുദ്ധ്യത്തെ സംബന്ധിക്കുന്ന ഈ കാര്യങ്ങളെയൊക്കെ ഈ പാശ്ചാത്യ ചിന്തയിൽ വളരെ നേരത്തെ തന്നെ സോൾവ് ചെയ്യപ്പെട്ട ചില മേഖലകളുണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ഇതൊക്കെ പാശ്ചാത്യ ചിന്തയുടെ ചരിത്രത്തിൽ ഈ സോൾവ് ചെയ്യപ്പെട്ട മേഖലകളൊക്കെ ഓവർലുക്ക് ചെയ്യപ്പെട്ടു, അതൊക്കെ അവഗണിക്കപ്പെട്ടു, മാർജിനലൈസ് ചെയ്യപ്പെട്ടു. പ്രധാനമായിട്ടും പറയട്ടെ, ഇപ്പം ഞാൻ ഡെക്കാർട്ടിന് ശേഷം, ഡെക്കാർട്ടാണ് ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്. പാശ്ചാത്യ ചിന്തയുടെ വെസ്റ്റേൺ ഫിലോസഫിയുടെ അടിസ്ഥാനം, അതിൻ്റെ ഫാദർ അയാളാണ്, ഫിലോസഫർ ഡെക്കാർട്ടാണ്. അപ്പോൾ ഈ കാർട്ടീഷ്യൻ ഡൈക്കോട്ടമി എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് കോൺഷ്യസ്നസ് ഓബ്ജക്റ്റ്, ഈ വിധത്തിലുള്ള സബ്ജക്റ്റ് ഓബ്ജക്റ്റ്, ഈ വിധത്തിലുള്ള ജഡവും വസ്തുവും, ജഡവും ആത്മാവും, ഈ വിധത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ഒക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഇതിനെ ദ്വന്ദ്വങ്ങൾ, അതിൻ്റെയുള്ള ആ ഡ്യുവൽസ്, ഇതിനെയൊക്കെയും ബന്ധിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്നും യൂറോപ്യൻ തോട്ടിനെ പെടുത്തിയിരിക്കുകയാണ്. അന്ന് മുതൽ തുടങ്ങിയതാണിത്. 16-ാം നൂറ്റാണ്ട് മുതൽക്ക് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് യൂറോപ്യൻ തോട്ട് ചെന്ന് കിടക്കുന്ന ഒരു ഡയലമയാണിത്. അതിൽ നിന്ന് മോചിതരാവാനുള്ള ശ്രമങ്ങൾ അവിടെ അതാണ് പറഞ്ഞത്, അന്ന് തന്നെ നടന്നു കഴിയുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും യൂറോപ്യൻ തോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് വേറെ പല കാരണങ്ങളാണ്. ഹേബർമാസിനൊക്കെ വളരെ മുമ്പ് തന്നെ, ഹേബർമാസൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോഴുള്ള ആളുകളല്ലേ, അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇത് സ്പിനോസ പരിഹരിച്ചതാണ്. ഈ ചിന്തയെയും വസ്തുവിനെയും കുറിച്ചുള്ള കോൺട്രഡിക്ഷൻസിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ടല്ലെന്നും, ചിന്ത വെറും ഒരു ആന്തരിക വ്യാപാരമല്ല മനുഷ്യൻ്റേത്, ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ് ആക്ടിവിറ്റിയാണ് തോട്ട് എന്ന് പറയുന്നത്. അത് തലച്ചോറ് ടൂള് മാത്രമാണ്, തലച്ചോറിൻ്റെ പ്രവർത്തനമല്ല, തലച്ചോറ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു എക്സ്റ്റേണൽ ആക്ടിവിറ്റിയാണ്. ഇന്ന് നടക്കുന്ന ഈ ആഗോള മുതലാളിത്തത്തിൻ്റെ ഈ അവസ്ഥയെ അതുമായിട്ട് ബി രാജൻ ഇടപഴകുമ്പോൾ എന്താണ് ഉരുത്തിരിഞ്ഞു വരുന്നത്? എങ്ങനെയാണ് സ്പിനോസയിൽ നിന്നും മുതൽ തുടങ്ങുന്നത്? സ്പിനോസ, നീഷെ, ബെർഗ്സൺ, അതിനു മുമ്പ് മാർക്സ്, ഇവരെല്ലാവരും കൂടി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. അതൊരു പുതിയതരം മാർക്സമാണ്. അത് വളരെ ശക്തമാണത്, ആ ചിന്തയുടെ ധാര എന്ന് പറയുന്നത്. അതിനകത്ത് ഈശ്വരനൊരു പങ്കുണ്ടോ? അല്ലെങ്കിൽ അതുപോലുള്ള അല്ല, ഈശ്വരൻ എന്ന് പറയുന്നത് അതിനകത്ത് അതൊരു അത്തെയിസമല്ല. ഈശ്വരൻ എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്ന ഒരു മനുഷ്യാവസ്ഥയാണ്, മനുഷ്യൻ്റെ ഒരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ജഡ്ജ്മെൻ്റ് ഇല്ല, ഇന്നവിറ്റബിൾ ആണ്, അനിവാര്യമായ ഒരു അവസ്ഥയാണ്. പല അനിവാര്യതകളിൽ ഒന്നാണത്, അങ്ങനെ ഒരു അവസ്ഥയാണത്. പക്ഷേ ഈ പറഞ്ഞ ഫിലോസഫിയിലുള്ളത്, ഇതിനെ നമ്മൾ പറയുന്നത് ഒരു ഇഥോളജി എന്നാണ് പറയുന്നത്. ഇഥോളജി എന്ന് പറയുമ്പോൾ ഒരുതരം ഒബ്ജക്റ്റിവിസമാണ് അത് ഇഥോളജിയിലുള്ളത്. അങ്ങേയറ്റത്തെ എത്തിക്സാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളൊന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക. എന്തിനേയും നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്രൈറ്റീരിയൻ, ഒരു മാനദണ്ഡം ഉപയോഗിക്കും. നമ്മൾ ഒന്നിനെ സൃഷ്ടിച്ചെടുക്കുക, പുറമേ നിന്നുള്ളൊരു മാനദണ്ഡം ഉപേക്ഷിച്ചിട്ട് ഇത് ശരി, ഇത് തെറ്റ്, ഇത് പാപം, ഇത് പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി തെറ്റുകളെയും പാപപുണ്യങ്ങളെയും നന്മ തിന്മകളെയും ഒക്കെ കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റുകൾ കൊണ്ടുവരും വെളിയിൽ നിന്ന്. ഈ ജഡ്ജ്മെൻ്റ് അല്ല, അത് വളരെ ഉയർന്ന രൂപത്തിലേക്ക് വികസിക്കുന്ന മാർക്സിസം തന്നെയാണ് ജഡ്ജ്മെൻ്റൽ അല്ലാതാവുക എന്ന് പറഞ്ഞാൽ. അതെ, കുറച്ചുകൂടി അതാണ്. എന്ന് വെച്ചാൽ ഞാൻ മാർക്സിസം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മാർക്സിൻ്റെ സങ്കല്പത്തിൽ തന്നെയും ഇന്ന് വരെയുള്ള സമൂഹങ്ങളുടെ ചരിത്രം മുഴുവൻ വർഗ്ഗസമരത്തിൻ്റെ ചരിത്രമാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇനിയുള്ളത് തൊഴിലാളി വർഗം മുതലാളി വർഗത്തിനെതിരായി സമരം ചെയ്തിട്ട്, എന്തിനാ സമരം ചെയ്യുന്നത് വെച്ചാൽ ഇനിയുള്ള സമരം എന്ന് പറയുന്നത് വർഗ്ഗങ്ങളില്ലാത്ത സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോഷ്യലിസ്റ്റ് സമൂഹം, കമ്മ്യൂണിസ്റ്റ്, അതെ, അങ്ങനെ ഉണ്ടാക്കാൻ സ്റ്റേറ്റ് പോലും ഇല്ലാതാവുന്ന ഇല്ലാതെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വർഗ സമരം ചെയ്യുന്നത് സ്വന്തം വർഗത്തിൻ്റെ വിജയത്തിന് വേണ്ടിയല്ല. അതാണ് ഇന്ന് വരെയുള്ള എല്ലാ വർഗങ്ങളും സ്വന്തം വർഗത്തിൻ്റെ
ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്. ഈ വർഗം സമരം ചെയ്യുന്നത് സ്വന്തം വർഗത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്, പിന്നെ എന്തിനു വേണ്ടി? വർഗങ്ങളില്ലാത്ത സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി, സ്വന്തം എക്സിസ്റ്റൻസിനെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടി. അതിന് നടക്കുന്നുണ്ടോ ലോകത്തിൽ? അല്ല, അതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഐഡിയ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്, അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, അതിനകത്ത് ജഡ്ജ്മെൻ്റൽ അല്ല, ഇവൻ മുതലാളിയാണ്, ഇവൻ തൊഴിലാളിയാന്ന് പറയുന്ന അതിൻ്റെ അത്യുന്നതമായൊരു ഫിലോസഫിക്കൽ ലെവലിൽ അത് സ്പിനോസിസമാണ്. ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് സ്പിനോസിസമാണ്, അത് നിഷേയിനിസമാണ്, അത് ബെർഗ്സണിസമാണ്. അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ പുതിയ, ഞാൻ ഗ്ലോബലൈസേഷനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഗ്ലോബലൈസേഷനെ കുറിച്ചും ഇന്നത്തെ ലോക മുതലാളിത്തത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതിനോടുള്ള റെസിസ്റ്റൻസിനെ കുറിച്ചും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊമോഡിഫിക്കേഷൻ, മനുഷ്യനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ട്, അത് മുതലാളിത്തത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. അതിനേക്കാളൊക്കെ ഉയർന്ന രൂപത്തിൽ പിന്നെ കച്ചവട ചരക്കാക്കി അധ്വാനത്തെ മാറ്റുന്ന മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. പക്ഷേ മുതലാളിത്തം അതിൻ്റെ ഉയർന്ന രൂപങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ആ ഉയർന്ന രൂപങ്ങളെക്കുറിച്ചുള്ള മുതലാളിത്തം എങ്ങനെയാണ് ഫാക്ടറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുതലാളിത്തം പോയിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, കുടുംബത്തിലും പ്രകൃതിയിലും ഒക്കെ കടന്നു പ്രവർത്തിക്കുന്ന ഒരു മുതലാളിത്തത്തിൻ്റെ രൂപമുണ്ട്. ഈ പുതിയ ഗ്ലോബലൈസേഷൻ്റെ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതൊരു പുതിയ സംഭവമാണ്. പഴയ ഇമ്പീരിയലിസം അല്ല, യൂറോപ്യൻ ഇമ്പീരിയലിസം അല്ല ഇപ്പോഴത്തെ മുതലാളിത്തം എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേക സെൻറ്ററില്ല, പഴയ രാജ്യങ്ങളില്ല, നേഷനില്ല. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു പുതിയ പ്രതിഭാസമായിട്ട് നെറ്റ്വർക്കാണ്. ക്യാപിറ്റലിൻ്റെ വേറൊരു വളർച്ചയാണത്. അത് ക്യാപിറ്റലിനെ കുറിച്ച് തന്നെയുള്ള ഈ പറഞ്ഞ ഫിലോസഫിക്കൽ, അതിപ്പോൾ ദലേസ് ഗുത്താരി, പിന്നെ അന്റോണിയോ നെഗ്രി, മൈക്കൽ ഹാർഡ് തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഫിലോസഫേഴ്സ്, പുതിയ മാർക്സിസ്റ്റ് ഫിലോസഫേഴ്സ്, പോസ്റ്റ് മോഡേൺ മാർക്സിസ്റ്റ് ഫിലോസഫേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സങ്കല്പത്തിൽ ഈ പുതിയ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാപിറ്റലിൻ്റെ തന്നെ, മൂലധനത്തിൻ്റെ തന്നെ റെസിസ്റ്റൻസിൻ്റെ, ഇങ്ങനെ തൊഴിലാളികളോടും മനുഷ്യവംശത്തോട് തന്നെയുള്ള ഒരു അതിൻ്റെ മേൽ ആധിപത്യം ചെലുത്താൻ ക്യാപിറ്റൽ നടത്തുന്ന അതിൻ്റെ അന്തിമ സമരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ ബി രാജീവൻ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കച്ചവടവൽക്കരണം, ഒപ്പം ഭാഷയിൽ പോലും കടന്നുകൂടിയിരിക്കുന്ന കുറേ പ്രയോഗങ്ങൾ, ഈ ആശയം ദിസ് ഐഡിയ വിൽ നോട്ട് സെൽ, ഐ കാൺട്ട് ബൈ ദിസ് ഐഡിയ എന്നൊക്കെയുള്ള അമേരിക്കയിലുള്ള പ്രയോഗങ്ങൾ, ഈ കച്ചവടവൽക്കരിക്കപ്പെട്ട വാക്കുകളുണ്ട്, ബൈയിങ്, സെല്ലിങ്, അതിന് ആശയങ്ങളെക്കുറിച്ച് പോലും അങ്ങനെ പറയുക. അല്ല, അതിപ്പോൾ ഈ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വളർച്ചയുണ്ടല്ലോ, പുതിയ ഗ്ലോബലൈസ്ഡ് ഇക്കോണമിയുടെ ഒരു പുതിയ രൂപമാണത്. കാരണം അതിന് പ്രത്യേകിച്ചൊരു മാർക്കറ്റിനെന്ന് വെച്ചാൽ പഴയ തരത്തിലുള്ള മാർക്കറ്റ്, മാൻ ഈസ് ദ മാർക്കറ്റ് എന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ്. പുതിയ ഒരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റിൻ്റെതാണ് മാൻ ഈസ് ദ മാർക്കറ്റ് എന്നുള്ളതാണ്. കാരണം ഒരാളിൻ്റെ മൈൻഡാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ. അവിടെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇങ്ങനെ വിധത്തിൽ നമ്മൾ അത് റിയൽ കൺസംഷൻ ഓഫ് ക്യാപിറ്റൽ എന്നാണ് അതിനെക്കുറിച്ചുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള പറയുന്നത്. ക്യാപിറ്റൽ പ്രകൃതിയെയും മനുഷ്യനെയും കടന്ന് അതിൻ്റെ സമഗ്രമായ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളിടത്താണ്. അത് വളരെ വ്യാപകമായിട്ട് അതൊരു ഫിനോമിനാണ്. നമ്മളിപ്പോൾ അതിനെ മനഃപൂർവ്വമായതിനെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്ത് നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മുമ്പ് പറഞ്ഞ നോൺ ജഡ്ജ്മെൻ്റലായിട്ടുള്ള, അതെ, നോൺ ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു വിലയിരുത്തലാണത്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണത്. അതങ്ങനെ ഒരു അപ്പം ഈ ഗ്ലോബലൈസേഷനെ കുറിച്ച് നമ്മൾ വെറുതെ ആധിപ്പെട്ടിട്ട് കാര്യമില്ല. അത് പഴയ ആശയങ്ങൾ കൊണ്ട് അതിനെ നമുക്ക് നേരിടാനും കഴിയില്ല. പഴയ സമരരൂപങ്ങൾ കൊണ്ട് മാത്രമല്ല, സമരരൂപങ്ങൾ മാത്രമല്ല, മനുഷ്യനെയും സമൂഹത്തെയും കുറിച്ചുള്ള പഴയ കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് അത് നേരിടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കിതിനെ നേരിടാനാവും? ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, മൂല്യശോഷണം എന്ന് പറയുന്നതോ ഇല്ലെങ്കിൽ ഈ കച്ചവടം ഇപ്പോൾ പറഞ്ഞ നേരിടുന്നതിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ലോകത്തുള്ള എല്ലാ വിപ്ലവ പാർട്ടികളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഭരണകൂടം പിടിച്ചെടുക്കുകയാണ് ഇതിനെല്ലാമുള്ള പരിഹാരം എന്ന് പറയുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിലൂടെ ആയാലും കൊള്ളാം, സായുധ സമരത്തിലൂടെ ആയാലും ഭരണകൂടം പിടിച്ചെടുത്തിട്ട് തൊഴിലാളി വർഗ ഭരണം സ്ഥാപിച്ച് സാമൂഹ്യ സമത്വം ഉണ്ടാക്കുന്നതിൽ കൂടി ഇത് പരിഹരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു പഴയ സങ്കല്പമാണ്. ആ ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ ഒരു പവർ റിലേഷൻ്റെ എഫക്റ്റാണ്. അതുകൊണ്ട് തൊഴിലാളി എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മാറണം. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് മൾട്ടിറ്റ്യൂഡാണ്. അത് പറഞ്ഞു
അത് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണുള്ളത്. അത് തൊഴിലാളി മാത്രമല്ല, പലതരം ചൂഷണങ്ങൾ, ചെറിയ ശിശു, ജനിച്ചു വീഴുന്ന ശിശു മുതൽക്ക് മരിക്കാറായ വൃദ്ധൻ വരെ, പ്രകൃതിയിലെ ജീവജാലങ്ങൾ മുതൽ വൃക്ഷങ്ങളും നദികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു മൾട്ടിറ്റ്യൂഡാണ്. ഈ മൾട്ടിറ്റ്യൂഡിൻ്റെ റെസിസ്റ്റൻസാണ് ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്നത്. അതൊരു തൊഴിലാളി ട്രേഡ് യൂണിയൻ്റെ സമരമല്ല, അത് ഒരു മൾട്ടിറ്റ്യൂഡ്, അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അതിന് പല ഫോംസ് ഉണ്ടാവും. അത്തരത്തിലുള്ള വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ക്യാപിറ്റലിൻ്റെ അന്തിമമായിട്ടുള്ള അതിൻ്റെ ആധിപത്യം ഉണ്ടല്ലോ, അതിന് നിവൃത്തിയില്ലാതായി തീരുകയും ചെയ്യും, അവസാനിക്കുകയും ചെയ്യും. അവസാനിക്കാതെ പറ്റില്ല. കാരണം ഇത് അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് സർപ്ലസ് ലേബർ, എക്സ്പ്ലോയിറ്റഡ് ലേബർ എന്ന് പറയുന്നതാണ്. അത് അവസാനിക്കാതെ സാധിക്കില്ല. അതൊരു ഇമ്മനൻ്റ് ലോ ആണ് നേച്ചറിൻ്റെ. അപ്പോൾ അത് അവസാനിക്കുമ്പോൾ പിന്നെ എന്തായിരിക്കും? അവസാനിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ശക്തി വികസിക്കുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ്റെ ശക്തികൾ പുറത്തേക്ക് വരും. നീഷയൊക്കെ പറഞ്ഞ പോലെ സൂപ്പർമാൻ, അതാണ് ആ സൂപ്പർമാൻ എന്ന് പറയുന്ന നീഷയൻ കൺസെപ്റ്റിൽ ഒരു സിംഗിൾ കൺസെപ്റ്റാണത്. ആ സിംഗിൾ കൺസെപ്റ്റ് നമ്മൾ മൾട്ടിപ്ലിസിറ്റിയിലേക്ക് കൊണ്ടുവരണം. സൂപ്പർമാൻ എന്നുള്ളതല്ല, സൂപ്പർ നേച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് അസാമാന്യമായ ശക്തിയുള്ള മനുഷ്യരും അസാമാന്യമായിട്ടുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രകൃതിയും, അതാണ് ഉണ്ടാകാൻ പോകുന്നത്.